നമ്മളെല്ലാവരും എപ്പോഴും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് അല്ലേ? ഒരു ദിവസം ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് ഒന്നാലോചിച്ച് നോക്കൂ. നമ്മൾ അധികം പേർക്കും അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല. എന്നാൽ ഈ ഒരു അവസ്ഥയെ, അതായത് മൊബൈൽ ഡാറ്റയോടുള്ള നമ്മുടെ ഈ അഡിക്ഷനെ മുതലെടുക്കാൻ ടെലികോം കമ്പനികൾ തീരുമാനിച്ചാലോ? അതെ, അതാണിപ്പോൾ നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ടെലികോം കമ്പനികൾ ഒരുമിച്ച് മൊബൈൽ ഡാറ്റയുടെ വില വീണ്ടും കൂട്ടാൻ തയ്യാറെടുക്കുകയാണ്. ഇതൊരു പുതിയ വാർത്തയൊന്നുമല്ല, കാരണം ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കാരണം, അതാണ് ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വില്ലൻ ARPU ആണ്. എന്താണ് ഈ ARPU? ഇതിനുവേണ്ടി കമ്പനികൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ ചൂഷണം ചെയ്യുന്നത്? ഇതിനൊരു പരിഹാരമായി ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ സാധ്യമാകുമോ? സ്വകാര്യ ടെലികോം കമ്പനികൾ നടത്തുന്ന ഈ ചൂഷണത്തിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കാൻ നമ്മുടെ സ്വന്തം BSNL നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ നമുക്കിന്ന് പരിശോധിക്കാം. നമസ്കാരം, ട്രാവൻകൂർ ഓപ്പറ ഹൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യയിലെ ടെലികോം മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കാം. ഈ മാർക്കറ്റിനെ നമുക്ക് 3+1 എന്ന് വിളിക്കാം. അതായത് 3 പ്രൈവറ്റ് കമ്പനികളും ഒരു സർക്കാർ കമ്പനിയും. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നിവരാണ് ആ 3 സ്വകാര്യ കമ്പനികൾ. കൂടെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വകയായ BSNL-ഉം. ഇതിൽ ആർക്കാണ് കൂടുതൽ ഉപഭോക്താക്കളുള്ളത് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ലാതെ പറയാം, അത് ജിയോയ്ക്കാണ്. ഇന്ത്യയിൽ ഏകദേശം 53 കോടിയിലധികം യൂസർമാർ ജിയോയ്ക്കുണ്ട്. അതായത് മൊത്തം മാർക്കറ്റിൻ്റെ 39% ഷെയർ ജിയോയുടെ കയ്യിലാണ്. തൊട്ടുപിന്നിൽ 37%വുമായി എയർടെൽ ശക്തമായ മത്സരവുമായി രംഗത്തുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന വോഡഫോൺ ഐഡിയയ്ക്ക് 15%വും വളരെ പിന്നിലായി BSNL-ന് വെറും 7%വുമാണ് മാർക്കറ്റ് ഷെയർ ഉള്ളത്. ഇനി കാര്യത്തിലേക്ക് വരാം. സെൻട്രം, നൊമൂറ തുടങ്ങിയ റിസർച്ച് സ്ഥാപനങ്ങളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പ്രൈവറ്റ് ടെലികോം കമ്പനികൾ തങ്ങളുടെ റീചാർജ് നിരക്കുകളിൽ വലിയ വർധനവ് വരുത്താൻ തയ്യാറെടുക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏകദേശം 12% മുതൽ 15% വരെയുള്ള വർധനവാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് ചെറിയൊരു വർധനവല്ല. ഇപ്പോൾ തന്നെ ഒരു മാസത്തെ ബേസിക് റീചാർജിന് നമ്മൾ 300 രൂപയോളം ചിലവാക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ച് നോക്കിയാൽ എയർടെൽ ഇതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. തങ്ങളുടെ വളരെ ജനപ്രിയമായ ചില ബഡ്ജറ്റ് പ്രീപെയ്ഡ് പ്ലാനുകൾ അവർ നിർത്തലാക്കിയതായാണ് അറിയുന്നത്. ഇനിയാണ് ശരിക്കുള്ള സംഭവം. എന്തിനാണ് ഇവർ ഇങ്ങനെ കുറഞ്ഞ പ്ലാനുകൾ പിൻവലിക്കുന്നത്? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ARPU എന്ന മാന്ത്രിക വാക്കിൻ്റെ പ്രസക്തി. ARPU എന്നാൽ ആവറേജ് റവന്യൂ പെർ യൂസർ എന്നാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അവരുടെ ഒരു ഉപഭോക്താവിൽ നിന്ന് ഒരു മാസം ശരാശരി എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ട് എന്ന് കാണിക്കുന്ന കണക്കാണിത്. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാഭം അളക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്കെയിലാണിത്. ജിയോയ്ക്ക് ഒരു യൂസറിൽ നിന്ന് എത്ര കിട്ടുന്നു, എയർടെലിന് എത്ര കിട്ടുന്നു എന്നതാണ് അവരുടെ നിലനിൽപ്പും ഓഹരി വിപണിയിലെ മൂല്യവും നിശ്ചയിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടർ ഇയറിലെ കണക്കുകൾ എടുത്ത് നോക്കാം. ജിയോയുടെ നിലവിലെ ARPU ഏകദേശം 215 രൂപയാണ്. അതായത് കോടിക്കണക്കിന് വരുന്ന ജിയോ യൂസർമാരിൽ ഓരോ ആളിൽ നിന്നും ശരാശരി 215 രൂപ ജിയോയ്ക്ക് മാസം കിട്ടുന്നുണ്ട്. എയർടെലിൻ്റെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടി കൂടുതലാണ്, 264 രൂപ. വോഡഫോൺ ഐഡിയയ്ക്ക് ഇത് 190 രൂപയും BSNL-ന് വെറും 102 രൂപയുമാണ്. എന്നാൽ ഈ പ്രൈവറ്റ് കമ്പനികൾക്ക് ഇതുകൊണ്ട് തൃപ്തിയാകുന്നില്ല. അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ജിയോ അവരുടെ ARPU 215 നിന്ന് 280 രൂപയാക്കി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. എയർടെലിൻ്റെ ചെയർമാൻ സുനിൽ മിത്തൽ അടുത്തിടെ വ്യക്തമായി പറഞ്ഞത് അവരുടെ ARPU എത്രയും പെട്ടെന്ന് 300 രൂപയിൽ എത്തിക്കണമെന്നതാണ്. പിന്നീട് അത് 350 ആക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ്. വോഡഫോൺ ഐഡിയ ഇത് 240 രൂപയാക്കാനും ശ്രമിക്കുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഇപ്പോൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണം എങ്ങനെയെങ്കിലും വലിച്ചെടുക്കുക എന്നത് മാത്രമാണ് ഇവരുടെ മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവർ പ്ലാനുകളുടെ വില കൂട്ടുകയും ബജറ്റ് പ്ലാനുകൾ നിർത്തലാക്കി നമ്മളെ ഉയർന്ന പ്ലാനുകൾ എടുക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നത്. ഇനി ഈ ARPU വർദ്ധിപ്പിക്കാൻ അവർ നമ്മളെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യുന്നു എന്ന് നോക്കാം. 2016 മുൻപ് ഫോൺ വിളിക്കാൻ മാത്രമായിരുന്നു നമ്മൾ കൂടുതലും റീചാർജ് ചെയ്തിരുന്നത്. എന്നാൽ ജിയോയുടെ വരവോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അവർ ആദ്യം നമുക്ക് ഫ്രീ ആയി ഇൻ്റർനെറ്റും കോളും തന്നു. നമ്മളെ സ്മാർട്ട് ഫോണും വീഡിയോകളും റീൽസും ഒക്കെ കാണാൻ ശീലിപ്പിച്ചു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി.
രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെയായി നമ്മൾ ഓൺലൈനിലാണ് ജീവിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ മൊബൈൽ ഡാറ്റ ഇല്ലാതെ ഒരു മണിക്കൂർ പോലും കഴിയാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഈ അഡിക്ഷനെയാണ് കമ്പനികൾ ഇപ്പോൾ അവരുടെ പ്രോഫിറ്റ് ടൂളാക്കി മാറ്റിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ജിയോ യൂസർ ഒരു മാസം ശരാശരി 43 GB ഡാറ്റയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ അമിതമായ ഡാറ്റ ഉപയോഗം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് വേണമെങ്കിൽ അവർ ചോദിക്കുന്ന പണം കൊടുത്തേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ചിലർക്കെങ്കിലും തോന്നും, പാവം കമ്പനികൾ, അവർ 5G ഒക്കെ കൊണ്ടുവന്നില്ലേ, അവർക്ക് ഭയങ്കര ചിലവായിരിക്കും, വലിയ നഷ്ടം നേരിടുന്നുണ്ടാകും, അതുകൊണ്ടല്ലേ വില കൂട്ടുന്നതെന്ന്. എന്നാൽ ഒരിക്കലും അതല്ല സത്യം. അവരുടെ സാമ്പത്തിക കണക്കുകൾ എടുത്ത് നോക്കിയാൽ നമ്മൾ ഞെട്ടും. കഴിഞ്ഞ ക്വാർട്ടർ ഇയർ അല്ലെങ്കിൽ 3 മാസത്തെ ജിയോയുടെ മാത്രം അറ്റാദായം അഥവാ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 7,764 കോടി രൂപയാണ്. എയർടെല്ലിനാകട്ടെ 10 ലക്ഷത്തിലധികം പുതിയ പോസ്റ്റ് പെയ്ഡ് കസ്റ്റമേഴ്സിനെയാണ് ഈ സമയത്തിനുള്ളിൽ ലഭിച്ചത്. എയർടെല്ലിൻ്റെ വരുമാനവും വളരെ കൂടുതലാണ്. ഇത്രയൊക്കെ കോടികളുടെ ലാഭമുണ്ടായിട്ടും വീണ്ടും നിരക്ക് കൂട്ടുന്നത് തികച്ചും ബിസിനസ് താൽപ്പര്യങ്ങൾ മുൻനിർത്തി മാത്രമാണ്. ഇൻവെസ്റ്റേഴ്സിനെ സന്തോഷിപ്പിക്കുക, കൂടുതൽ ലാഭമുണ്ടാക്കുക. ഇതിനിടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് മാസശമ്പളം കൊണ്ട് കുടുംബം പുലർത്തുന്ന സാധാരണക്കാരായ ജനങ്ങൾ മാത്രമാണ്. ഒരു കുടുംബത്തിൽ 4 പേർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ റീചാർജിന് വേണ്ടി മാത്രം മാസം എത്ര രൂപ ചിലവാകുന്നുവെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് വന്നാൽ ഈ ജിയോ എയർടെൽ കുത്തക അവസാനിക്കില്ലേ എന്ന്. നേരിട്ട് സാറ്റലൈറ്റ് വഴി ഇൻ്റർനെറ്റ് നൽകുന്ന സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ വരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് നേരിട്ട് വന്ന് തോന്നിയ പോലെ ബിസിനസ് ചെയ്യാൻ കഴിയില്ല. ഇന്ത്യൻ സർക്കാരിൻ്റെ കർശനമായ നിയമങ്ങൾക്ക് വിധേയമാകണം. സ്പെക്ട്രം ലേലം ചെയ്യണോ അതോ അലോക്കേഷൻ വഴിയാണോ നൽകേണ്ടത് എന്നതൊക്കെ ഗവൺമെൻറ്റും ടെലികോം കമ്പനികളും തമ്മിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എയർടെല്ലും ജിയോയും പറയുന്നത് സ്പെക്ട്രം ലേലം ചെയ്യണമെന്നാണ്. കാരണം അവർക്കത് കോടികൾ മുടക്കി മത്സരിച്ച് വാങ്ങാം. അങ്ങനെ സ്റ്റാർലിങ്കിനെ തടയാം. ഇനിയിപ്പോൾ സ്റ്റാർലിങ്ക് വന്നാൽ തന്നെയും നിലവിലുള്ള കമ്പനികളുമായി കരാറിൽ ഏർപ്പെട്ട് മാത്രമായിരിക്കും സേവനം നൽകാൻ സാധ്യത. അപ്പോൾ അതൊരു വലിയ വിപ്ലവം ഉണ്ടാക്കുമെന്നോ നമ്മൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് തരുമെന്നോ പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല. പിന്നെയുള്ള നമ്മുടെ ഒരേ ഒരു പ്രതീക്ഷ നമ്മുടെ സ്വന്തം BSNL ആണ്. കുറച്ച് നാളായി നിരക്ക് വർധന കാരണം ധാരാളം ആളുകൾ BSNLിലേക്ക് സിം പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രൈവറ്റ് കമ്പനികളെ വിട്ട് BSNL കണക്ഷൻ എടുത്തത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ BSNL ഈ അടുത്ത ദിവസങ്ങളിൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ ചില പുതിയ പ്ലാനുകൾ അവർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ വാലിഡിറ്റിയും ഡാറ്റയും അൺലിമിറ്റഡ് കോളിംഗും ഒക്കെ കിട്ടുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാനുകളാണ് അവർ പുതുതായി കൊണ്ടുവന്നിട്ടുള്ളത്. ഗവൺമെൻറ് കമ്പനി ആയതുകൊണ്ട് അവർ ലാഭത്തേക്കാൾ ജനങ്ങൾക്ക് സേവനം നൽകാനാണ് മുൻഗണന നൽകുന്നത്. എന്നാൽ BSNLിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇപ്പോഴും പലയിടത്തും മതിയായ നെറ്റ്വർക്കില്ല. 4G സേവനങ്ങൾ പോലും പൂർണ്ണമായും എല്ലായിടത്തും എത്തിക്കാൻ അവർക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അവർ വളരെ പിന്നിലാണ്. എങ്കിലും അവരുടെ 4G സേവനങ്ങൾ രാജ്യത്തുടനീളം അതിവേഗം എത്തിക്കാനുള്ള പണികൾ തകൃതിയായി നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന് തുടർച്ചയായി 5G എത്തിക്കാനും പദ്ധതിയുണ്ട്. BSNL അവരുടെ നെറ്റ്വർക്ക് ഒന്ന് ശക്തിപ്പെടുത്തിയാൽ തീർച്ചയായും ഇവിടുത്തെ സാധാരണക്കാർക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും. കാരണം ടെലികോം എന്നത് ഇന്ന് വെറും ഒരു ആഡംബരമല്ല. വെള്ളവും വൈദ്യുതിയും പോലെ അതൊരു അത്യാവശ്യ സേവനമാണ്. അത് പൂർണ്ണമായും സ്വകാര്യ കുത്തകകളുടെ കയ്യിലായാൽ അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ ടെലികോം രംഗം വലിയൊരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയുടെ വക്കിലാണ്. റീചാർജ് നിരക്കുകൾ വരും ദിവസങ്ങളിൽ വീണ്ടും കുതിച്ചുയരും എന്ന് തന്നെയാണ് നിലവിലെ സാമ്പത്തിക റിപ്പോർട്ടുകളും കമ്പനികളുടെ നീക്കങ്ങളും വ്യക്തമാക്കുന്നത്. ARPU എന്ന ഈ മാന്ത്രിക സംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്ന കമ്പനികൾക്ക് മുമ്പിൽ നമ്മുടെ പോക്കറ്റാണ് കാലിയാവുന്നത്. അപ്പോൾ ഈ നിരക്ക് വർധനവിനെക്കുറിച്ചും ടെലികോം കമ്പനികളുടെ ഈ തന്ത്രങ്ങളെക്കുറിച്ചും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവയ്ക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.